എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട് ഒട്ടേറെ പ്രേക്ഷകർ. അമിന ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്, PR നന്ദനൻ പറയുന്നുണ്ട്, അഞ്ജന ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്, റിൻസി മാനുവൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അർച്ചന, ജിജു, സോണി, കുഞ്ഞു മുഹമ്മദ്, അങ്ങനെ ഷിബിൻ ബഷീറുണ്ട്, ലെനീഷ് ബാബു ഉണ്ട്. നമ്മുടെ പതിവ് പ്രേക്ഷകരെല്ലാം സജീവമായി തന്നെ എത്തിയിട്ടുണ്ട്. ഗ്രേസി സെബാസ്റ്റ്യൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ഗുഡ് ആഫ്റ്റർനൂൺ പറയുകയാണ്. നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. MGയുടെ വിമർശനം ഉൾക്കൊള്ളും എന്ന് CPI. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കും, മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു MGയുടെ വിമർശനം. അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും ഇത്തരം വിമർശനങ്ങളെയൊക്കെ ക്രിയാത്മകമായി ഉൾക്കൊള്ളുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എഴുതിയ ലേഖനം വീണ്ടും വായിക്കുകയാണ് MG ചെയ്തത്. ഇത് എല്ലാ കാലത്തും പ്രസക്തമായ പൊതുചിത്രമാണെന്നും MV ഗോവിന്ദൻ വാദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണ് എന്ന് താൻ പറഞ്ഞത് വ്യക്തിപൂജ അല്ല എന്നുകൂടി പാർട്ടി സെക്രട്ടറി ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. വിമർശനങ്ങളെ കാതുകൂർപ്പിച്ച് കേൾക്കുകയും തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ KLF വേദിയിൽ MT പറഞ്ഞത് CPIM ലക്ഷ്യം വച്ചല്ലെന്നാണ് വാദം. 2003 എഴുതിയത് അതിന്റെ വീണ്ടും ആവർത്തനമാണ്. ഇനി ഇത് ഉണ്ടാവുമോ? ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇനിയും ഇത് തുടരും. കാരണം ലോകത്തിന്റെ പൊതു ചിത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സോവിയറ്റ് റഷ്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, EMSനെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള പൊതുവായ ഒരു ചിത്രം കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ചത് ഇന്ന് ഇവിടെ കേരളത്തിന്റെ മാത്രമല്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞത് വ്യക്തിപൂജയല്ല. കേന്ദ്ര ഏജൻസികൾ എത്ര അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിയെ തൊടാൻ കഴിഞ്ഞില്ലെന്നാണ് ഉദ്ദേശിച്ചതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തി പൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPIM എന്നും പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു കമന്റ് വരുന്നുണ്ട്. രാജേന്ദ്രൻ വയലയാണ് പറയുന്നത്, ഹായ്, നല്ല നമസ്കാരം. വിമർശനം ഞങ്ങളെപ്പറ്റിയല്ല നിങ്ങളെപ്പറ്റി എന്നാണോ എന്നുള്ളതാണ് പറയുന്നത്. ഏതെല്ലാ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴമ്പുള്ളതാണെങ്കിൽ തിരുത്തും, അതിന് തയ്യാറാണ് CPIM എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണെന്ന് വാർത്താസമ്മേളനത്തിൽ ചെയ്തത്. അലി മണ്ണാർക്കാട് ഉന്മേഷ് നമസ്കാരം, വേരീസ് ഹാഷ്മി എന്ന് ചോദിക്കുന്നുണ്ട്. ഹാഷ്മി ഇന്ന് രാവിലെ മോർണിംഗ് ഷോ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു, അതുകൊണ്ട് ഹാഷ്മി ഇന്ന് ഉച്ചയ്ക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹാഷ്മി സജീവമായി തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്നുകൂടി അലി മണ്ണാർക്കാടാണ് ചോദ്യം ചോദിക്കുന്നത്, അലിയെ അറിയിക്കുകയാണ്. MGക്ക് പിന്നാലെ KLF വേദിയിൽ രാഷ്ട്രീയ വിമർശനവുമായി എഴുത്തുകാരൻ M മുകുന്ദനും. ഇപ്പോഴുള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലം, സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് സിംഹാസനം ഒഴിയൂ എന്നാണ് പറയാനുള്ളത്. കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണമെന്നും M മുകുന്ദൻ പറഞ്ഞു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. നമ്മുടെ ചോര, ഒരു തുള്ളി ചോര എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ ശക്തി ആർജിച്ചിരുന്നത്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം. പിന്നെ ഒരു തുള്ളി ചോരക്ക് ഒരു കിരീടത്തിൽ ആ കിരീടം അണിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യാനുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. അതിന് നമ്മുടെ മുമ്പിലുള്ളത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് വൈകാതെ വരും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് അദ്ദേഹം KLFന്റെ വേദിയിൽ പറഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. തന്റെ വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകം എന്നായിരുന്നു അപ്പോൾ M മുകുന്ദൻ വിശദീകരിച്ചത്. അതിലേക്ക് കൂടി പലപ്പോഴും സംഭവിക്കുന്നത് കിരീടത്തിലേക്കല്ല സിംഹാസനത്തിലേക്കുള്ള യാത്ര എളുപ്പമല്ല. അത് വളരെ ദുർഘടകരമായിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പലപ്പോഴും ഊണും ഉറക്കവുമില്ല അധ്വാനിച്ച് ചോര ചിന്തിയാണ് സിംഹാസനത്തിൽ എത്തുന്നത്. ഒരിക്കലും അവിടെ ഇരുപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ നടന്നു പോകുന്ന വഴികളൊക്കെ മറന്നു പോകാനാണ്. അത് എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. യൂണിവേഴ്സലായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നവരെ നമ്മൾ ഓർമ്മിപ്പിക്കണം. പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല, വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് അതുകൊണ്ടാണ്. സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ ജനാധിപത്യം വളരുകയുള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ആദ്യം MT പിന്നീട് M മുകുന്ദൻ, അദ്ദേഹം വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് കൂടി നിലപാട് വ്യക്തമാക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് അഭിജിത്ത്? ഉന്മേഷ്, KLF വേദിയിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് M മുകുന്ദൻ ഇക്കാര്യത്തിൽ തൻ്റെ ഒരു നിലപാട് പ്രഖ്യാപിച്ചത്. തൻ്റെ ഒരു പരാമർശം, ഇതുമായി ബന്ധപ്പെട്ട് അധികാരവുമായി ബന്ധപ്പെട്ട തൻ്റെ പരാമർശം, തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ നിലവിൽ മൊത്തത്തിൽ ലോകത്തിലെ സാഹചര്യം തന്നെ കിരീടത്തിന് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണിത്. ചോരയ്ക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമല്ല, കിരീടത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു. ഒപ്പം തന്നെ ഈ അധികാരത്തിൻ്റെ രുചി ആസ്വദിക്കുന്നവരാണ് ഈ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ. ആ സിംഹാസനങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകേണ്ടതുണ്ട്. അവർക്ക് നേരെ അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ജനങ്ങൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ അധികാര രാഷ്ട്രീയത്തോടുള്ള കൃത്യമായ വിമർശനമായിരുന്നു KLF വേദിയിൽ വെച്ച് M മുകുന്ദൻ നൽകിയത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോഴും അദ്ദേഹം തൻ്റെ വിമർശനത്തിൽ, തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ വിമർശനം അത് എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും ബാധകമാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഈ ഒരു പശ്ചാത്തലത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശനത്തെ നേരത്തെ MT നടത്തിയ വിമർശനവുമായി ചേർത്ത് വെക്കുന്നുണ്ട്. അത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അതിന് മറുപടി തരുന്നത്. നമുക്കറിയാം, നേരത്തെ MT നടത്തിയ പരാമർശം വ്യക്തിപൂജയ്ക്കെതിരെ, അധികാരത്തിനെതിരെ, അത്തരത്തിൽ ഈ ജനാധിപത്യത്തിന് മേൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ MT നടത്തിയ ആ ഒരു പരാമർശം അത് താൻ അനുകൂലിക്കുന്നു. അതായത് EMS നേതൃപൂജകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന MTയുടെ ആ ഒരു വിമർശനം, അതിനെ ഉൾക്കൊള്ളാൻ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ തയ്യാറാകണം. ഒപ്പം തന്നെ ഈ എഴുത്തുകാരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ സാംസ്കാരിക മേഖലകളിലുള്ളവരുടെ വിമർശനം, ആ വിമർശനത്തോട് സഹിഷ്ണുതയുള്ളവരായിരിക്കണം അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ. കാരണം പലപ്പോഴും അധികാരത്തിൽ ഇരിക്കുന്നവർ ഇത്തരം പ്രതികരണങ്ങളോട്, ഇത്തരം വിമർശനങ്ങളോട് സഹിഷ്ണുതയുള്ളവരല്ല. പക്ഷേ അത്തരത്തിൽ സഹിഷ്ണുതയുള്ളവരാകണം ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ എന്നുള്ളൊരു കാര്യം കൂടി M മുകുന്ദൻ പറയുകയാണ്. കൂടാതെ വ്യക്തിപൂജയെ സംബന്ധിച്ചും M മുകുന്ദൻ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. വ്യക്തിപൂജ പാടില്ല എന്ന MTയുടെ നിലപാട്, വ്യക്തിപൂജക്കെതിരെയുള്ള MTയുടെ നിലപാട്, ആ നിലപാടിനൊപ്പം തന്നെയാണ് താനും എന്നുള്ളൊരു കാര്യം കൂടി M മുകുന്ദൻ ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ്, വ്യക്തമാക്കുകയാണ്. ഈ അധികാര കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തുന്നതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് തനിക്കറിയാം. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഈ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷേ പലപ്പോഴും അവർ ആ ഒരു അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയതിനു ശേഷം വന്ന വഴി മറക്കുന്നവരാണ്. ഇത്തരത്തിൽ ഈ അധികാര കേന്ദ്രങ്ങളിലുള്ളവരോടുള്ള കൃത്യമായ വിമർശനം അത് ഈ ഒരു വേദിയിൽ, ഈ ഒരു KLFൻ്റെ വേദിയിലും ഒപ്പം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും M മുകുന്ദൻ വ്യക്തമാക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള ഭരണകൂടത്തിന് നേരെയുള്ള വിമർശനമാണോ എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും M മുകുന്ദൻ പറയുന്നത് ഇത് എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും നേരെയുള്ള തൻ്റെ വിമർശനമാണ്, തൻ്റെ അഭിപ്രായമാണ്, തൻ്റെ നിലപാടാണ്. അതായത് കേവലം ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് നേരെയുള്ള വിമർശനമല്ല, മറിച്ച് അത് സംസ്ഥാനത്തിൻ്റെ കാര്യമെടുത്താലും കേന്ദ്രത്തിൻ്റെ കാര്യമെടുത്താലും തൻ്റെ വിമർശനം നിലനിൽക്കും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ഈ ഒരു ഘട്ടത്തിൽ M മുകുന്ദൻ നൽകുകയാണ്. ഏതായാലും MTയുടെ ഒരു വിമർശനം വരുന്നു, അതിന് പിന്നാലെ KLFൻ്റെ വേദിയിൽ തന്നെ ശരിയാണ് അഭിജിത്ത്. ഏതായാലും അതിന് പിന്നാലെ M മുകുന്ദന്റെ വാക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാകുകയാണ്. പ്രേക്ഷകരും ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നജാർ നാസർ പറയുന്നത്, മാധ്യമങ്ങളുടെ ചർച്ച കേട്ടാൽ വിചാരിക്കും CPIM മോശം, ബാക്കി എല്ലാവരും ശരി, കമ്മ്യൂണിസ്റ്റ് വിരോധം മാറ്റി സത്യസന്ധമായി വാർത്തകൾ കൊടുക്കാൻ ശ്രമിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അങ്ങനെ. ആരോടും വിരോധമോ ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ ഇല്ല. പ്രത്യേക ഒരു സാഹചര്യത്തിലും വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിയെ കൂടി വേദിയിൽ ഇരുത്തിയാണ് അതുണ്ടായത് എന്നതുകൊണ്ട് തന്നെ അത് വലിയ ചർച്ചയായി. ആ ചർച്ചയും ആ വാക്കുകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രസാദ് പറയുന്നത്, സാമൂഹ്യ വീക്ഷണമുള്ളവർ തെറ്റ് ചൂണ്ടിക്കാട്ടും, പുരോഗമന പ്രസ്ഥാനങ്ങൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. അതിനെ ആ നിലയ്ക്ക് ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കും എന്നുള്ളത് കണ്ടറിയുകയും ചെയ്യാം. ഏതായാലും വിമർശനം നല്ലതാണ്, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്ന് തോന്നുന്നു. റീന സതീശൻ പറയുന്നുണ്ട്, സഹോദരി വിനീതയെ വീണ്ടും റിപ്പോർട്ടിങ്ങിൽ കണ്ടപ്പോൾ സന്തോഷമായി. വിനീതയ്ക്ക് ആശംസകൾ അറിയിക്കണമെന്നാണ് റീന പറയുന്നത്. വിനീതയ്ക്ക് ആശംസകൾ അറിയിക്കാം. വിനീത സജീവമായി തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് റീനയെ അറിയിക്കുകയാണ്. പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മോടൊപ്പം തുടരുക. നമ്മൾ അടുത്ത ഒരു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. വീണയ്ക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ പകപോക്കൽ എന്ന് CPIM.
മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുൻപും നടപടിയെടുത്തു. ചട്ടങ്ങൾ പാലിക്കാതെ കമ്പനി പൂട്ടിയതിന് 2 ലക്ഷം രൂപയാണ് അന്ന് പിഴ ചുമത്തിയത്. എക്സാലോജി കമ്പനിയും ഡയറക്ടർ ടി വീണയും ഓരോ ലക്ഷം രൂപ വീതം അടയ്ക്കണം എന്ന ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. അന്വേഷണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. എക്സാലോജി കമ്പനിയുടെ ചട്ടലംഘനത്തിന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുൻപെടുത്ത നടപടിയുടെ ഉത്തരവാണിത്. 2021 ഫെബ്രുവരിയിലായിരുന്നു നടപടി. 2020 മാർച്ചിൽ കമ്പനി കാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെ എക്സാലോജിക്ക് ഓഫീസ് അടച്ചുപൂട്ടി. പിന്നാലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം നടത്തി. കോവിഡ് ആയതിനാൽ പൂട്ടിയെന്നായിരുന്നു കമ്പനി വിശദീകരണം. എന്നാൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് കമ്പനി പൂട്ടിയതെന്ന് കണ്ടെത്തി. ഇതോടെ 1 ലക്ഷം രൂപ കമ്പനിക്കും 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കും പിഴയിട്ടു. കമ്പനി നഷ്ടത്തിലായിരുന്നുവെന്ന കണക്കുകളാണ് സമർപ്പിച്ചിരുന്നത്. 2018-19 സാമ്പത്തിക വർഷം 17 ലക്ഷം രൂപയും 2019-20 കമ്പനി പൂട്ടുന്നതുവരെ 7 ലക്ഷം രൂപയും നഷ്ടത്തിലായിരുന്നെന്ന കണക്കുകളാണ് ഹാജരാക്കിയത്. എക്സാലോജിക്കിനെതിരെയുള്ള പുതിയ അന്വേഷണത്തെ രാഷ്ട്രീയ വിഷയമാക്കി പ്രതിരോധിക്കുകയാണ് CPIM. ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു പകപോക്കലിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ്. കേരളത്തിൽ CPIMുമായി അന്തർധാരയുണ്ടാക്കാനുള്ള BJP ശ്രമത്തിന്റെ ഭാഗമാണ് എക്സാലോജിക്കിനെതിരായ കേസെന്ന് കെ മുരളീധരൻ MPയും കുറ്റപ്പെടുത്തി. അത് കാരണം BJPക്ക് കേരളത്തിൽ MPമാർ വേണം. അത് ഒന്നോ രണ്ടോ എന്തായാലും ഒന്നെങ്കിലും വേണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അതിനവർ ഏത് വൃത്തികെട്ട കളിയും കളിക്കും. അതിൻ്റെ ഭാഗമായി CPIMുമായിട്ടുള്ള ഒരു അന്തർധാരയ്ക്ക് ശ്രമിക്കുന്നു. മാസപ്പടി വിവാദവും എക്സാലോജിക്കിനെതിരെയുള്ള കേസും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ഇതിൽ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചു എന്നുള്ളത്. ഫുഡ് കഴിച്ചില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ കഴിക്കുകയുള്ളൂ. പ്രേക്ഷകരൊക്കെ ഫുഡ് കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരിക്കും എന്നറിയാം. ഭക്ഷണം കഴിക്കാനോടൊപ്പം തന്നെ നമ്മൾക്കൊപ്പം തുടരുക. സജീവമായി തന്നെ ഒട്ടേറെ വിഷയങ്ങളിൽ പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പലതും രാഷ്ട്രീയം കലർന്ന അഭിപ്രായങ്ങളാണ്. അത് പലതും നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കരിക്ക് ഫാൻസ് പറയുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട ചാനലാണ് 24 ഒന്ന് മെൻഷൻ ചെയ്യാമെന്നാണ് ചോദിച്ചത്. മെൻഷൻ ചെയ്തിരിക്കുന്നു. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. നാളെ മകരവിളക്ക് നടക്കാനിരിക്കുകയാണ്. നമ്മളിനി ശബരിമല വാർത്തകളിലേക്കാണ് പോകുന്നത്. മകരജ്യോതി ദർശനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹമാണ്. മണിക്കൂറിൽ 5000-ഓളം ഭക്തരാണ് 18ാം പടി കയറുന്നത്. ഇന്ന് ആയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര നാളെ ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്ത് എത്തും. പർണശാലകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. പാണ്ടിത്താവളം ഉൾപ്പെടെ 10 വ്യൂ പോയിന്റുകളിലും തിരക്ക് വർദ്ധിച്ചു. സന്നിധാനത്തേക്കുള്ള നടവഴികളിൽ പോലും അയ്യപ്പന്മാർ വിരിവയ്ക്കുന്നുണ്ട്. ഇനി പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ദർശിക്കാനുള്ള കാത്തിരിപ്പ്. രാവിലെ 8 മണിയോടെ ബിംബശുദ്ധിക്രിയകൾ നടന്നു. പമ്പ സദ്യയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ കാട്ടുകമ്പുകൾ കെട്ടിയുണ്ടാക്കിയ വിളക്കുമാടങ്ങൾ അയ്യപ്പന്മാർ ആഘോഷപൂർവ്വം പമ്പാ നദിയിലൊഴുക്കും. മകരവിളക്ക് ദിവസം 2 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. ഇതിന് മുന്നോടിയായി സന്നിധാനത്ത് സുരക്ഷ ശക്തമാക്കി. ഇന്ന് ലാഹ സത്രത്തിൽ തങ്ങുന്ന തിരുവാഭരണ ഘോഷയാത്ര നാളെയാണ് സോപാനത്തെത്തുക. 24 സന്നിധാനം. അപ്പോൾ ഭക്തർക്ക് പർണശാലകൾ കിട്ടി മകരജ്യോതി ദർശനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് സന്നിധാനത്തേക്ക് ഒന്ന് പോകാം. അവിടെ എസ് ശ്രീകാന്ത് ഉണ്ട്. സന്നിധാനത്തെ വിവരങ്ങൾ ചോദിച്ചറിയാം എസ് ശ്രീകാന്തിനോട്. ശ്രീകാന്ത്, സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണല്ലോ മകരജ്യോതി ദർശനത്തിനായി. എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ ശ്രീകാന്ത്? നിലവിലിപ്പോൾ നാളെ മകരവിളക്ക് ദർശനത്തിന്റെ ഭാഗമായി നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മല കയറി എത്തുന്നവരാരും തന്നെ ഇന്ന് തിരികെ ഇറങ്ങില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് തൊഴുത ശേഷമേ ഇവരെല്ലാം മലയിറങ്ങുകയുള്ളൂ. 10 വ്യൂ പോയിന്റുകളാണ് മകരവിളക്ക് ദർശനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്.
10 വ്യൂ പോയിന്റുകളും നിറഞ്ഞ പർണശാലകൾ കെട്ടിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന പാണ്ടിത്താവളത്ത് ഇത് ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റാണ്. ഇവിടെ ഇന്നലെ തന്നെ പർണശാലകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഈ ബിംബശുദ്ധിക്രിയ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇന്ന് രാവിലെ നടക്കുകയുണ്ടായി. ഇനി പന്തളത്ത് നിന്നും കൊണ്ടുവന്ന, കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ്യ് ഉപയോഗിച്ച് അഭിഷേകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ പമ്പാ സദ്യയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ കാട്ടുകമ്പുകൾ കെട്ടിയുണ്ടാക്കിയ വിളക്കുമാടങ്ങൾ അയ്യപ്പന്മാർ ആഘോഷപൂർവ്വം പമ്പാ നദിയിൽ ഒഴുക്കും. മകരവിളക്ക് ദിവസം ഏതാണ്ട് 2 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് ലാഹയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരത്തോടുകൂടി, സന്ധ്യയോടുകൂടി സന്നിധാനത്തെത്തും. അത് തന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് അയ്യപ്പന് ചാർത്തി തുടർന്ന് ദീപാരാധന നടക്കും. മകരസംക്രമ പൂജയും ദീപാരാധനയും നടക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ മകരജ്യോതി ദർശനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഒട്ടേറെ ഭക്തർ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 10 വ്യൂ പോയിന്റുകൾ ഉണ്ടാകും മകരജ്യോതി ദർശനത്തിന് വേണ്ടി. അവിടേക്കൊക്കെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രസാദ് ആചാര്യ, അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വായിച്ചിരുന്നു. എൻ്റെ പേര് വായിക്കുമ്പോൾ പ്രസാദ് ആചാര്യ എന്ന് പൂർണ്ണമായി വായിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അഭ്യർത്ഥന മാനിച്ച് നീ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ അത് പൂർണ്ണമായി തന്നെ നമ്മൾ വായിച്ചിരിക്കും. ഒട്ടേറെ വിഷയങ്ങളിൽ പ്രേക്ഷകർ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. എന്തിനാണ് വീണയുടെ കമ്പനിയുമായുള്ള ബന്ധത്തിൽ CPIMനെ ബന്ധപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയുടെ കമ്പനിക്കെതിരായ അന്വേഷണമെന്ന് CPIM വിശദീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ വാർത്ത ആ നിലയ്ക്ക് കാണേണ്ടി വരും. ആ നിലയ്ക്ക് CPIM നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുമ്പോൾ ആ നിലയ്ക്ക് നമ്മൾ റിപ്പോർട്ട് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. സജീവമായി തന്നെ നമ്മോടൊപ്പം തുടരുക. ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരിക്കും പ്രേക്ഷകർ എന്നറിയാം. ഭക്ഷണത്തിനൊപ്പം നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തത്സമയം പവിത്രൻ പാതിരപ്പറ്റ ചോദിക്കുന്നുണ്ട്, സന്നിധാനം ഗുഡ് മോർണിംഗിൽ കാണിച്ച് തന്നെയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് പുതിയ വാർത്തകൾ അറിയിക്കുന്നതിന് വേണ്ടി ഏതായാലും മകരജ്യോതി നടക്കാനിരിക്കുകയാണല്ലോ. മകരവിളക്കാണ്, ഭക്തജന തിരക്കുണ്ട്. അതുകൊണ്ട് ആ പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ വാർത്തയിലേക്ക് പോയത്. അനിൽ ശ്രീധരൻ ചോദിക്കുന്നുണ്ട്, ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അവിടെ ഡ്യൂട്ടി മാറ്റമൊക്കെ ഉണ്ടാകാറുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മാറി പുതിയ ഉദ്യോഗസ്ഥരൊക്കെ വരും. അങ്ങനെ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ വാർത്തയാക്കാറുണ്ട്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് ഓർക്കുമല്ലോ. ആന്റണി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി അക്കാര്യം നമ്മളെ അറിയിക്കുന്നുണ്ട്. അത് കൊച്ചി കോർപ്പറേഷനിലെ ഒരു റോഡിൻ്റെ ശോച്യാവസ്ഥ സംബന്ധിച്ചാണ്. ഇപ്പോഴും ആ വഴി നേരെ ആയിട്ടില്ല എന്നാണ് ആന്റണിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിനി മണിപ്പൂരിലേക്കാണ് നേരെ പോകുന്നത്. മണിപ്പൂരിൽ ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. മണിപ്പൂരിലേക്കാണ്. അവിടെ ഇംഫാലിൽ യാത്ര ആരംഭിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ സർക്കാർ അതിന് അനുമതി നൽകിയില്ല. തൗബാലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു. 15 സംസ്ഥാനങ്ങളിലായി 110 ജില്ലകളിലൂടെ യാത്ര കടന്നു പോകും. 6713 കിലോമീറ്റർ അതായിരിക്കും ഈ യാത്ര സഞ്ചരിക്കുന്ന ആകെ ദൂരം. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മണിപ്പൂരിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ യാത്ര വൈകി. നിശ്ചയിച്ചതിലും ഏറെ സമയം കഴിഞ്ഞാണ് വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. നിതിൻ അംബുജൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മണിപ്പൂരിൽ നിതിൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ എവിടെയാണ്? തൗബാലിൽ തന്നെയാണ് ഉള്ളത്. രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടോ നിതിൻ? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൗബാലിലാണ്. ഇവിടെയാണ് യാത്രയുടെ തുടക്കം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനും തന്നെ രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തും. അതിനുശേഷം ഞാൻ ഈ നിൽക്കുന്ന തൗബാൽ സമീപത്തെ കോങ്ജോങ് എന്ന യുദ്ധസ്മാരകത്തിൽ ചെന്നുകൊണ്ട് അവിടെ രാഹുൽ ഗാന്ധി അവിടെ ആദ്യം ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തുകയുള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോൾ തന്നെ ജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി പേർ മണിപ്പൂരിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പരിപാടി കാണാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിന് തന്നെ രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തിയാൽ അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറിനും തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിശ്ചയിച്ചതിലും ഏറെ വൈകിയിട്ടുണ്ട്. രാവിലെ മൂടൽമഞ്ഞ് കാരണം വിമാനം പുറപ്പെടാൻ തന്നെ വൈകിയിട്ടുണ്ട്. എന്തായാലും 6700 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. 66 ദിവസം, 15 സംസ്ഥാനങ്ങൾ, 110 ജില്ലകൾ. മണിപ്പൂർ കലാപവും അതോടൊപ്പം തന്നെ വിലക്കയറ്റം കൂടാതെ തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോകും. ഞാനിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് രാഹുൽ ഗാന്ധി സഞ്ചരിക്കാൻ പോകുന്ന ബസ്സാണ്.
ഈ ബസ്സിലും അതോടൊപ്പം തന്നെ കാൽനടയുമായിട്ടാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് മുംബൈ വരെ സഞ്ചരിക്കുക. ഈ ബസ്സിലിരുന്ന് അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആളുകൾ കൂടുതലിടങ്ങളിലെല്ലാം തന്നെ പദയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും രണ്ടാം ഭാരത് ജോഡോ യാത്ര വലിയ വിജയമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ യാത്രയ്ക്ക്. മാത്രവുമല്ല, ആദ്യത്തെ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ സൂചിപ്പിച്ച പോലെ ബസ്സിലും അതോടൊപ്പം തന്നെ കാൽനടയുമായി യാത്ര പോകും. ഏതാണ്ട് 66 ദിവസത്തിനകം തന്നെ മുംബൈയിൽ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിരവധി പേർ, അതായത് മണിപ്പൂരിൽ നിന്നുള്ള നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മണിപ്പൂരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കലാപത്തിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴും ആ മുറി മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ നിന്ന് ഉള്ള ഈ തുടക്കത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്നേഹ സന്ദേശ യാത്ര എന്ന് തന്നെയാണ് ഇതിനെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കല്ല, പകരം ഒരു മണിപ്പൂരിന്റെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയുള്ള യാത്രമെന്ന് പറയുമെങ്കിൽ പോലും നമുക്കറിയാം, ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളടക്കം രാഹുൽ ഗാന്ധി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. കർണാടകയിലും തെലങ്കാനയിലും പാർട്ടി തിരിച്ചു വന്ന പോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കഴിയുമ്പോൾ കോൺഗ്രസ് തിരിച്ചു വരും, അതിന്റെ പ്രതാപത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവയ്ക്കുന്നത്. എന്തായാലും നേതാക്കൾ അല്പസമയത്തിന് ഇംഫാലിലെത്തും. അതിനുശേഷം ഒരു 3 മണി അല്ലെങ്കിൽ 3:00 തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ നിശ്ചയിച്ചിലും ഏറെ വൈകി ഇപ്പോൾ തുടങ്ങാൻ പോകും. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മണിപ്പൂരിൽ തന്നെ യാത്ര അവസാനിക്കും. അതിനുശേഷം നാളെ മാത്രമേ നാഗാലാൻഡിലേക്ക് കടക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 11 ദിവസം ചെലവഴിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ ഒരുപക്ഷെ 12-13 ദിവസം വരെ നീളാൻ സാധ്യതയുണ്ട്. എന്തായാലും 66 ദിവസം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ കടന്നാക്രമിക്കും. പ്രത്യേകിച്ചും വിലക്കയറ്റമടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആ ഒരു വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിലെ 10ഓളം പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാന ഘടകങ്ങൾ ഇന്ന് മണിപ്പൂരിലെ തൗബാലിലെ ഈ ഒരു വേദിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ കോൺഗ്രസ് നേതൃത്വം അത് തന്നെയാണ് വ്യക്തമാക്കിയത്. പക്ഷേ ബംഗാളിലും ഉത്തർപ്രദേശിലും യാത്ര കടന്നു പോകുമ്പോൾ മമതാ ബാനർജിയോ അല്ലെങ്കിൽ അഖിലേഷ് യാദവോ ഈ യാത്രയുടെ ഭാഗമാകുമോ എന്ന ചോദ്യം അതൊരു ഉയർന്നുണ്ട്. അതെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കണ്ടറിയണം. പ്രത്യേകിച്ചും സീറ്റ് വിഭജന ചർച്ച അടക്കം തന്നെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ യാത്രയോടൊപ്പം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും സഹകരിക്കുമോ എന്നതും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യമാണ്. എന്തായാലും അല്പസമയത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തും. ഉന്മേഷ്. ശരി നിതിൻ, തൗബാലിലാണ് ഇപ്പോൾ നിതിൻ അംബുജൻ ഉള്ളത്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം എത്തും. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞായിരുന്നു, അതുകൊണ്ട് വിമാനം പുറപ്പെടാൻ വൈകി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ എത്താൻ താമസിക്കുന്നത്. അദ്ദേഹം നേരത്തെ അവിടെ എത്താൻ നിശ്ചയിച്ച ആ സമയം അത് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും വൈകി എത്തും. അതുകൊണ്ട് പരിപാടികളിലൊക്കെ ഒരു വൈകൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് നിതിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വിപിൻ മാത്യു എന്ന അക്കൗണ്ടിൽ നിന്ന് ഷോൺ പറയുന്നത് താൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. അപ്പോൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷോൺ അടക്കം ഇപ്പോൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. രഘുനന്ദനൻ പറയുന്നത് എല്ലാ പാർട്ടിക്കാരും മതസംഘടനകളും വിവാദ പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, അതാണ് നമ്മുടെ നാടിന് നല്ലത് എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അത്തരത്തിൽ എല്ലാവരും വിവാദ പ്രസ്താവനകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ സിന്ധു പറയുന്നൊരു കാര്യമുണ്ട്. 2 ദിവസം മുൻപാണ് വിനീത് വിവാഹം കഴിച്ചത്. ബൽറാം നെടുങ്ങാടിയാണെന്ന് അറിഞ്ഞ് 2 പേർക്കും എൻ്റെ വിവാഹ മംഗളാശംസകൾ. എനിക്കൊരുപാട് ഇഷ്ടമാണ് വിനീത് എന്നാണ് സിന്ധുവിൻ്റെ പ്രതികരണം. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിലൊക്കെ പ്രേക്ഷകർ പ്രതികരണം പറയുന്നുണ്ട്. സപ്ലൈകോയിലെ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് അലി മണ്ണാർക്കാട് പറയുന്നത് സബ്സിഡി സാധനങ്ങൾ ഒന്നുമില്ല എന്ന് മാത്രമല്ല, സാധനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ വിലയാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും സബ്സിഡി സാധനങ്ങൾക്ക്, അവശ്യ സാധനങ്ങൾക്ക് ഏതായാലും വിലക്കയറ്റത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അത് തൽക്കാലം വേണ്ട എന്നുള്ള നിലപാടിലാണ് സർക്കാർ എന്ന് തോന്നുന്നു. ഇപ്പോൾ വില വർദ്ധിപ്പിക്കേണ്ടത്, പക്ഷേ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വില വർധനവിന്. പക്ഷേ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല ഈ സപ്ലൈകോയിലെ സബ്സിഡി വിലയിനങ്ങളുമായി ബന്ധപ്പെട്ട്. ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കി മിലിന്ദ് ദിയോറ പാർട്ടി വിട്ടു. എക്സിലൂടെയാണ് രാജ്യപ്രഖ്യാപനം. മുംബൈ സൗത്ത് സീറ്റിൽ തർക്കം തുടരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ശിവസേന ഷിൻഡെ വിഭാഗത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കിടെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായാണ് മുൻ കേന്ദ്രമന്ത്രി മിലിന്ദ് ദിയോറയുടെ രാജി. വർഷങ്ങൾ നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നതായി എക്സിലൂടെ പ്രഖ്യാപനം. വികസനത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനായാണ് കോൺഗ്രസ് വിട്ടതെന്ന് മിലിന്ദ്. പിന്നാലെ രാജിക്ക് പിന്നിൽ BJP എന്ന കോൺഗ്രസ് പ്രതികരണം. ഭാരത് ജോഡോ ന്യായ യാത്രയെ തകർക്കാൻ BJP നടത്തിയ ആസൂത്രണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. 30-40 साल तक वो नेता रहे, मंत्री रहे, सांसद रहे. उनकी दोस्ती सभी पार्टियों से हुआ करती थी, पर वो एक अटल और दृढ़ कांग्रेसी थे और उन्होंने कांग्रेस का कभी साथ नहीं छोड़ा. मैं आज मुरली देवरा जी को याद करता हूं. 2004-ലും 2009-ലും വിജയിച്ച മുംബൈ സൗത്ത് സീറ്റിനായി മിലിന്ദ്
ശിവസേന ഷിൻഡെ വിഭാഗവുമായി നേരത്തെ ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ട്. ഇതേ സീറ്റിൽ 2014-ലും 2019-ലും വിജയിച്ച ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്തിനെ സ്ഥാനാർത്ഥിയാക്കും എന്ന് ഉറപ്പായതോടെയാണ് രാജി. 24 ഡൽഹി. വാർത്ത ഇങ്ങനെ പോകുന്ന സമയത്ത് കമന്റുകളിലൂടെ കണ്ണോടിക്കുകയായിരുന്നു. അരുൺ ബാബു പറയുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഓടി വന്നൊരു തൊഴി വെച്ച് തരാൻ തോന്നുന്നത്. ഞങ്ങളൊക്കെ സ്ഥിരം പ്രേക്ഷകരൊക്കെ തന്നെ കേട്ടു എന്നാണ് അരുൺ ബാബു പറയുന്നത്. അരുൺ ബാബു അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്ഥിര പ്രേക്ഷകനാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അങ്ങനെയല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ആ കമന്റ് വായിച്ച കൂട്ടത്തിൽ അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. വിരുന്നിലെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ് KCBC. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ. ഒരു വശത്ത് വിരുന്നൊരുക്കുകയും മറുവശത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തല്ലും തലോടലും ഒരുമിച്ച് പോകില്ലെന്ന തലക്കെട്ടിലാണ് ലേഖനം. 10 വർഷത്തിനിടയിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായ അക്രമങ്ങൾ ഇരട്ടിയായി. ഭൂരിഭാഗം അക്രമങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്ന് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളിയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായി അടുക്കാൻ BJP നടത്തുന്ന നീക്കങ്ങൾക്ക് സഭയുടെ പിന്തുണയില്ലെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിയമങ്ങൾ ഉപയോഗിച്ച് കെണിയിൽ അകപ്പെടുത്തുകയും ചെയ്യുന്നു. ബാലാവകാശ കമ്മീഷൻ ക്രൈസ്തവ സ്ഥാപനങ്ങളെ വേട്ടയാടുന്നു. മതപരിവർത്തന നിരോധന നിയമവും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. മണിപ്പൂരിൽ ഗോത്രകലാപത്തിന്റെ പേരിൽ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. RSS മുഖപത്രമായ ഓർഗനൈസറും BJP മുഖപത്രമായ കേസരിയും ക്രൈസ്തവ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ലേഖനങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നതെന്നും വിമർശമുണ്ട്. ക്രൈസ്തവർ കടുത്ത അരക്ഷിതാവസ്ഥയിലാണ്. BJPയുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. 24 കോട്ടയം. BJPക്കെതിരെ അങ്ങനെ ഒരു ഭാഗത്ത് വിമർശനം ഉയർത്തുന്നു. കർഷക പ്രശ്നങ്ങളിൽ സർക്കാരിനെ വിമർശിക്കുകയാണ് KCBC. നെൽകർഷകരെ സർക്കാർ കടക്കണിയിലാക്കുന്നുവെന്നാണ് വിമർശനം. റബ്ബറിന് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകാൻ സർക്കാർ ആർജവം കാണിക്കണമെന്നാണ് KCBC ഇൻഫാം കമ്മീഷന്റെ സർക്കുലറിൽ പറയുന്നത്. ഷഹദ് റഹ്മാൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, എന്താണ് ആ സർക്കുലറിലുള്ള വിമർശനം? ഷഹദ്. ഉന്മേഷ്, പ്രധാനമായിട്ടും ഈ സർക്കുലർ ഇന്ന് ഈ പ്രധാനപ്പെട്ട പള്ളികളിലൊക്കെ വായിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. താമരശ്ശേരിയിലാണ് ഇത്തരത്തിൽ ഈ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള KCBC ഇൻഫാം കമ്മീഷനാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് കാർഷിക പ്രശ്നങ്ങളിൽ സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നെൽകർഷകരെ സർക്കാർ കടക്കണിയിലാക്കുകയാണ്. റബ്ബറിന് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകാൻ സർക്കാർ ആർജവം കാണിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് ഇന്ന് KCBC സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇതിനു മുമ്പ് ഉയർന്നു വന്നതാണ്. ആ ഘട്ടത്തിൽ ഇരു സർക്കാരുകളും, കേന്ദ്ര സർക്കാർ ആകട്ടെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളാകട്ടെ, ഈ അധ്യക്ഷന്മാരെ നേരിട്ട് കാണുകയും ഒപ്പം തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ അനുനയ ചർച്ചകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ചെറിയ രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു അയവ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ വിഷയത്തിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും അതിരൂക്ഷമായ വിമർശനങ്ങളുമായി ഇപ്പോൾ KCBC ഇൻഫാം കമ്മീഷൻ ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഇലക്ഷനൊക്കെ വരാൻ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇതിൽ പിന്നിലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റ് പാർട്ടികൾ മുതലെടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകേണ്ടതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമുക്കറിയാം, വന്യമൃഗ ശല്യങ്ങളുടെ ഒരു ശല്യം വലിയ രീതിയിൽ രൂക്ഷമാണ്, പ്രത്യേകിച്ച് വയനാട്, താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ KCBC ഇൻഫാം കമ്മീഷൻ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സർക്കാരിന്റെ കർഷക നയവുമായി ബന്ധപ്പെട്ടൊരു വിമർശനമാണ് അവിടെ നിന്ന് ഉയരുന്നത്. ആമിനെ ചോദിക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് വരുമ്പോൾ കാണാൻ സംസാരിക്കാനും ഒക്കെ പറ്റുമോ എന്നുള്ളതാണ്. എല്ലാ 24 അവതാരകരും ആ സമയത്ത് അവിടെ
അവിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് പ്രേക്ഷകരുമായി സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയുടെ യാത്ര എപ്പോൾ തുടങ്ങുമെന്ന് ഖലീൽ ചോദിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടങ്ങാൻ പോകുന്നു. വിമാനം എത്താൻ വൈകുന്നത് കൊണ്ട് അല്പം താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ യാത്ര എല്ലാവരും പങ്കെടുക്കണം എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അങ്ങനെ സ്നേഹത്തിൻ്റെ സന്ദേശം, സ്നേഹത്തിൻ്റെ കടലായി മുന്നോട്ട് പോകാം എന്നാണ് ഹംസ TP പറയുന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെ കടൽ തന്നെ ആകട്ടെ, അത്തരത്തിലുള്ള യാത്രകൾ ഗുണം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. മുൻ മന്ത്രി TH മുസ്തഫയ്ക്ക് വിട. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ TH മുസ്തഫ സംഘടനാ തലത്തിലും ഭരണതലത്തിലും ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. ഇന്ന് പുലർച്ചെ 5:40 അന്ത്യം. ഭൗതികദേഹം ആലുവ ചാലക്കില്ല വീട്ടിലെത്തിച്ചു. പ്രിയ നേതാവിനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തി. നാല് തവണ കുന്നത്താട് മണ്ഡലത്തിൽ നിന്നും ഒരു തവണ ആലുവ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ TH മുസ്തഫ കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായിരുന്നു. ഞാൻ കുന്നത്താട്ടിൽ MLA ആയി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ഞാൻ MLA ആയി വരുന്നത്. പാർട്ടി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഒരു മതവിശ്വാസിയാണെങ്കിലും അദ്ദേഹം ഒരു മതേതര വിശ്വാസം കൂടിയായിരുന്നു. നടൻ ജയറാം ഉൾപ്പെടെ സാംസ്കാരിക രംഗത്തുനിന്നടക്കം നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിന് മുമ്പാണ് പെട്ടെന്നൊരു മനസ്സിലെനിക്ക് തോന്നി. ഞാൻ മകൻ സക്കീറിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വാപ്പയൊന്ന് കാണണം. വാപ്പ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഒരു മാസം മുമ്പ് ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹവുമായിട്ട് ആ മുറിയിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഒന്നും മറന്നിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ഖബറടക്കം രാത്രി 8 മണിക്ക് മാറമ്പള്ളി ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. 24 കൊച്ചി. അദ്ദേഹം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. എറണാകുളം ജില്ലയിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ് TH മുസ്തഫ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ TH മുസ്തഫ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. 14 വർഷം എറണാകുളം DCC പ്രസിഡന്റായി. 1977 ആലുവയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക്. കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് 1982, 1987, 1991, 2001 വർഷങ്ങളിലും നിയമസഭയിലെത്തി. 1991-95 കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്താൻ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധേയമായി. എന്നാൽ പാമോയിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. കോൺഗ്രസ് AI വിഭാഗങ്ങളായി പിളർന്നപ്പോൾ മുസ്തഫ കരുണാകരനൊപ്പം I ഗ്രൂപ്പിൽ ഉറച്ചുനിന്നു. എന്നാൽ കരുണാകരൻ DIC ആരംഭിച്ചപ്പോൾ TH മുസ്തഫ കോൺഗ്രസിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത്. തീപ്പൊരി പ്രാസംഗികനായിരുന്ന TH മുസ്തഫയുടെ പല പരാമർശങ്ങളും വിവാദമായിരുന്നു. 2017 പുറത്തിറങ്ങിയ TH മുസ്തഫ കോൺഗ്രസിൽ പിന്നിട്ട 60 വർഷം എന്ന ജീവചരിത്രത്തിൽ ഉമ്മൻചാണ്ടി, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, AK ആന്റണി തുടങ്ങിയ നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് TH മുസ്തഫ ഉൾപ്പെടുത്തിയത്. കേരള ഖാദി വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ, എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക്, പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് ഡയറക്ടർ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. റിഫ്ക ബീഗമാണ് ഭാര്യ. 8 മക്കളുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ജോണി തോമസ് പറയുന്നുണ്ട്, ജനനായകന് വിട. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ നയിച്ച നേതാവാണ് അദ്ദേഹം. വിട വാങ്ങിയിരിക്കുന്നു. പൊതുദർശനം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അതിനുശേഷം രാത്രി 8 മണിക്കായിരിക്കും ഖബറടക്കം നടക്കുക. അശ്വിൻ പാലാടിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ ഇപ്പോൾ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. വൈകുന്നേരം 7:30 വരെ, രാത്രി 7:30 വരെ ആലുവ ചേലക്കരയിലുള്ള വീട്ടിൽ ഈ പൊതുദർശനം തുടരും. ആ സമയത്തിനുള്ളിൽ തന്നെ ആളുകൾക്ക് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അപ്പോൾ മുതൽ തന്നെ അവിടെ ആളുകളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. പിന്നീട് അത് അണമുറിയാതെ ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയിലേക്ക് അവിടെ മാറുന്നത് നമ്മൾ കണ്ടതാണ്.
എന്തായാലും കുന്നത്തുനാട്, ആലുവ മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രീതി, ഒപ്പം ആ കാലങ്ങളിലൊക്കെ ജനങ്ങളുമായി ഇടപെടലെല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു ജനകീയനാക്കി വളർത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവസാനമായി ഒന്ന് കാണാനായി എത്തുന്ന ആളുകളുടെ നീണ്ട നിര സൂചിപ്പിക്കുന്നത്. എന്തായാലും വൈകുന്നേരം 7:30യോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മാറമ്പള്ളിയിലുള്ള ജമാഅത്ത പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. ബന്ധുക്കളും വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇതിനോടകം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം പ്രമുഖരായ എല്ലാ ആളുകളും നിലവിൽ കൊച്ചിയിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ പ്രമുഖ നേതാക്കൾ, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരിക്കുന്നുണ്ട്. അവർക്ക് നേരിട്ടെത്താനായിട്ടില്ല. എങ്കിലും അവർ കുടുംബത്തെ വിളിച്ച് അനുശോചനം അറിയിക്കുന്നുണ്ട്, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ തരത്തിൽ ആ കുടുംബത്തിനൊപ്പം നിൽക്കാമോ എന്നുള്ളതൊക്കെ അവർ നോക്കുന്നുമുണ്ട്. വൈകുന്നേരം 8 മണിക്കാണ്, രാത്രി 8 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. പൊതുദർശനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ വളരെ വേഗം തിരികെ എത്താം. പ്രേക്ഷകർ ദയവായി തുടരുക. ഒരു ചെറിയ ഇടവേള ഈ സമയത്ത് തന്നെ എടുക്കേണ്ടതുകൊണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരികെ എത്താം. ഇടവേള. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇതിൽ നമ്മുടെ അലി മണ്ണാർക്കാട് ചോദിക്കുന്നുണ്ട്, സംസ്ഥാന സമ്മേളനത്തിന് നമ്മുടെ സ്റ്റുഡിയോ അടച്ച് എല്ലാവരും അവിടെ ആയിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റുഡിയോ അടച്ച് ഇട്ടിട്ട് അവിടെ വരാൻ കഴിയുകയില്ലല്ലോ. അവിടെ അവതാരകരൊക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വാർത്തകളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആ നിലയ്ക്ക് മാത്രമാണല്ലോ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് ഓർക്കുമല്ലോ. ആന്റണി അദ്ദേഹം കൊച്ചി കോർപ്പറേഷൻ്റെ 35-ാം ഡിവിഷനിലെ ആ റോഡുകളുടെ ശോച്യാവസ്ഥ തുടർച്ചയായി നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തുന്നുണ്ട്. അവിടെ MLAയും കൗൺസിലർമാരെയും ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അക്കാര്യം അതൊരു പൊതുജന താല്പര്യാർത്ഥമുള്ള വിഷയമാണ്. അദ്ദേഹം അത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാസുദേവ് ഉപാധ്യായ അദ്ദേഹം ലണ്ടനിൽ നിന്നാണ് ഇപ്പോൾ 24 കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശംസ അറിയിക്കുന്നുണ്ട്. തിരിച്ചും അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. തിരിച്ചും ആശംസകൾ അറിയിക്കുകയാണ്. ഒട്ടേറെ വിഷയങ്ങളിൽ പ്രതികരണം വരുന്നുണ്ട്. TH മുസ്തഫയ്ക്ക് ഒട്ടേറെ പ്രേക്ഷകർ ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. TH മുസ്തഫയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. ഹംസ TP എഴുതുന്നുണ്ട്. അങ്ങനെ നമ്മൾ നൽകുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടും ഒപ്പം മറ്റ് പല വിഷയങ്ങളിലും ഒക്കെ പ്രേക്ഷകർ സജീവമായി തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഇനിയും തുടരണം. നമ്മളിനി ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണ്. അവിടെ ശൈത്യ തരംഗം രൂക്ഷമായി തുടരുകയാണ്. കൊടും തണുപ്പും മൂടൽമഞ്ഞും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വ്യോമഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കായി മണിപ്പൂരിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ യാത്ര വൈകി. വായുമലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഡൽഹി സർക്കാർ. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമാണ് മൂടൽമഞ്ഞ്. ഡൽഹി വിമാനത്താവളത്തിൽ പുലർച്ചെ രേഖപ്പെടുത്തിയ ദൃശ്യപരിധി 0 മീറ്റർ. ഡൽഹി അലിപൂരിൽ തീ കായുന്നതിനിടെ കൽക്കരി പുക ശ്വസിച്ച് 2 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ശക്തമായ മൂടൽമഞ്ഞ് ജനജീവിതത്തെയും ബാധിച്ചു. ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങൾ നല്ലൊരു സൺറൈസ് എക്സ്പെക്ട് ചെയ്ത് വന്നാണ്. പക്ഷെ ഇവിടെ തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ തണുപ്പാണ്, പിന്നെ പൊല്യൂഷനും കൂടെ ആകുമ്പോഴത്തേക്കാണ് പ്രശ്നം. രാവിലെ തൊട്ടേയും ഞങ്ങൾ നേരത്തെ സീകളിനൊക്കെ കാണാന്ന് പറഞ്ഞ് വന്നതാ, പക്ഷെ ഇപ്പൊ കാണുന്ന ഫുള്ള് മഞ്ഞാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഡൽഹിയിലെത്തേണ്ട 8 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കായി മണിപ്പൂരിലേക്ക് പുറപ്പെടേണ്ട വിമാനം നിശ്ചയിച്ചതിലും ഏറെ സമയം കഴിഞ്ഞാണ് പുറപ്പെട്ടത്. മൂടൽമഞ്ഞിനൊപ്പം ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായതിനെ തുടർന്ന് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് നിർദ്ദേശം. BS3 പെട്രോൾ, BS4 ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 5 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനാക്കിയേക്കും. ഉത്തരേന്ത്യയിലെ അതികഠിനമായ തണുപ്പിനേക്കാൾ രൂക്ഷമായ മൂടൽമഞ്ഞാണ് ജനജീവിതത്തെ ആകമാനം ബാധിക്കുന്നത്. കിഴക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കൂടി മൂടൽമഞ്ഞ് വ്യാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യമുനാഘട്ടിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. അങ്ങനെ ഉത്തരേന്ത്യ കൊടും ശൈത്യത്തിന്റെ പിടിയിലാണ്. ഡൽഹിയിൽ കാഴ്ചപരിധി മങ്ങിയിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങളൊന്നും രാവിലെ പുറപ്പെടുന്നുണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വിമാനമടക്കം വൈകിയത് അതിശൈത്യം മൂലമെന്നാണ് വിനീത അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ അയോധ്യ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കുടുംബത്തോടൊപ്പം പിന്നീട് ക്ഷേത്രം സന്ദർശിക്കും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലപാട് അപമാനകരം എന്നാണ് BJPയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിനെ വിമർശിച്ച് ശങ്കരാചാര്യന്മാർക്കെതിരെ കേന്ദ്രമന്ത്രി നാരായണ റാണെ രംഗത്തെത്തി. കർസേവകരെ വെടിവെച്ചു കൊന്ന സമാജ്വാദി പാർട്ടിയെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന BJP ഉത്തർപ്രദേശ് ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് അഖിലേഷ് യാദവിനെ ക്ഷണിച്ചത്. രാം മന്ദിർ ട്രസ്റ്റിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള മറുപടി കത്തിൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അഖിലേഷ് വ്യക്തമാക്കി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം കുടുംബത്തോടൊപ്പം ക്ഷേത്രം സന്ദർശിക്കാനാണ് തീരുമാനം.
ഇന്ത്യ മുന്നണി ചടങ്ങ് ബഹിഷ്കരിക്കാനെടുത്ത തീരുമാനമാണ് അഖിലേഷ് യാദവ് വിട്ടുനിൽക്കുന്നതിനും കാരണം. മതപരമായ ചടങ്ങുകളിൽ രാഷ്ട്രീയ ഇടപെടൽ അഭികാമ്യമല്ലെന്ന പുരി ശങ്കരാചാര്യരുടെ പ്രസ്താവനയെ കേന്ദ്രമന്ത്രി നാരായൺ റാണെ വിമർശിച്ചു. ഹിന്ദുമതത്തിന് പുരി ശങ്കരാചാര്യരുടെ സംഭാവന എന്തെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ചോദ്യം. ചടങ്ങിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഭാര്യ ദുർഗ സ്റ്റാലിനെയും BHP ചടങ്ങിലേക്ക് ക്ഷണിച്ചു. ചടങ്ങിന് ദിവസങ്ങൾ ശേഷിക്കെ ഭരണപ്രതിപക്ഷ വാഗ്വാദങ്ങൾ രൂക്ഷമാവുകയാണ്. 24 ഡൽഹി. ഇപ്പോൾ രഘുനന്ദനൻ തിരുമല്ലവാരം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കാവനാട്ട് തീപിടുത്തം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാവനാട്ട് തീപിടുത്തം നമ്മൾ അറിഞ്ഞിരുന്നു, അത് നമ്മൾ വാർത്ത നൽകിയതുമാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ആ സമയത്ത് നമ്മൾ വാർത്ത നൽകിയിരുന്നു. രഘുനന്ദനൻ അത് ഓർക്കുമല്ലോ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനം ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് CPIM. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വ്യക്തമായി എന്നാണ് അവകാശവാദം. വിശ്വാസികളുടെ താല്പര്യത്തിന് എതിരല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനൊപ്പം അയോധ്യയിലെ ചടങ്ങ് BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന പ്രചാരണമാണ് CPIM ശക്തമാക്കുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ആദ്യം നിലപാടെടുത്തത് CPIM ആണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളും ക്ഷണം നിരസിച്ചതോടെയാണ് കോൺഗ്രസ് തീരുമാനമെടുക്കാൻ നിർബന്ധിതരായത്. ഒടുവിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് ഔദ്യോഗിക തീരുമാനം. ഇത് CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ പ്രസക്തി വ്യക്തമാക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ തിരുത്താൻ ഇടതുപക്ഷം വേണം. രണ്ടാം UPA സർക്കാരിന് കാരണം ഒന്നാം UPA സർക്കാരിലെ ഇടതുപക്ഷ ഇടപെടലുകളാണെന്ന ഉദാഹരണവും CPIM മുന്നോട്ടുവയ്ക്കുന്നു. 24 ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്. വിശ്വാസത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തുന്ന സമീപനമാണ്, വർഗീയ നിലപാടാണ് എന്ന് ഇടതുപക്ഷം ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ മതനിരപേക്ഷ നിലപാടിന് അംഗീകാരം നൽകുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവസാനം യഥാർത്ഥത്തിൽ നിലപാട് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം രാമക്ഷേത്ര ചടങ്ങിനെ BJP കേരളത്തിൽ രാഷ്ട്രീയ വിഷയമാക്കുന്നത് തടയാനും CPIM മറുതന്ത്രമൊരുക്കുന്നു. വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. അയോധ്യ വിഷയത്തിൽ വിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അയോധ്യ വിഷയത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്ന ശങ്കരാചാര്യരുടെ നിലപാടടക്കം ചൂണ്ടിക്കാട്ടിയാകും ഇതിനുള്ള നീക്കം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന 2 വാർത്തകൾ പ്രേക്ഷകരിലേക്ക് വളരെ വേഗം എത്തിക്കുകയാണ്. അതിലൊന്ന്, കോഴിക്കോട് കനോലി കനാലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. 45 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ്. ഇതിപ്പോൾ പുറത്തെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും നേതാക്കളും ഇംഫാലിൽ എത്തി ഉടൻ അവിടെ നിന്ന് തൗബാലിലേക്ക് തിരിക്കും എന്ന് നിതിൻ അംബുജൻ മണിപ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. അമൃത എക്സ്പ്രസിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. കോഴിക്കോട് സ്വദേശി അഭിലാഷിനെ കോട്ടയം റെയിൽവേ പോലീസ് പിടികൂടി. ശനിയാഴ്ച തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട അമൃത എക്സ്പ്രസിലായിരുന്നു 24-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ച് പ്രതി യുവതിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ്, അതായത് ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അമൃത എക്സ്പ്രസിൽ വെച്ചാണ്. അമൃത എക്സ്പ്രസിൽ ജനറൽ കോച്ചിൽ വെച്ചായിരുന്നു. മധുരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ഈ അമൃത എക്സ്പ്രസിന്റെ ജനറൽ ബോഗിയിൽ വെച്ച് അപമര്യാദയായി പെരുമാറുകയും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു എന്ന് പരാതി ഈ യുവതി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നൽകി. തുടർന്നാണ് ഇത് കോട്ടയം റെയിൽവേ പോലീസിന്റെ പക്കലേക്ക് എത്തുകയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഇപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അഭിലാഷിനെതിരെയാണ് പരാതി ഉയർന്നത്. എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഇന്ന് ഉടനെ കോടതിയിൽ ഹാജരാക്കും. ശരി ടോബി. ടോബിയാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി വളരെ വേഗം ഒന്ന് പോവുകയാണ്. കോഴിക്കോട് കനോലി കനാലിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തി. മിഥില ബാലനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. മിഥില, ഇപ്പോൾ പോലീസ് സംഘമടക്കം അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ മിഥില? ഉന്മേഷ്, അല്പസമയം മുമ്പ് ആ മൃതദേഹം കനോലി കനാലിൽ നിന്നും പുറത്തെടുത്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആംബുലൻസാണ് ആ മൃതദേഹവുമായി വഹിച്ചുകൊണ്ടുള്ള മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് പോകുന്ന ആംബുലൻസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ
കൺട്രോൾ റൂമിലേക്ക് ലഭിക്കുന്നത്. തുടർന്ന് നടക്കാവ് പോലീസും മെഡിക്കൽ കോളേജ് പോലീസും സ്ഥലത്തെത്തി. കനോലി കനാലിൽ കളിപ്പൊയ്ക ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടത്. 45-50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടേതാണ്. കമഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തി ആ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ആരാണ് എന്നത് ഒക്കെ തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടക്കാവ് പോലീസും ഒപ്പം തന്നെ ഈ ഒരു സംഭവം നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ഇങ്ങോട്ട് എത്തുന്നു, ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നു. പിന്നീട് ഈ കനോലി കനാലിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് ഇപ്പോൾ മോർച്ചറിയിലേക്ക്, കോഴിക്കോട് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉന്മേഷ്, ഇതിലെന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ? ഇല്ല ഉന്മേഷ്, അത്തരത്തിലുള്ള ഒരു സൂചനയും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എവിടെയെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് കേസുകളുണ്ടോ എന്നതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. അത്തരത്തിൽ അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും മിസ്സിംഗ് കേസ് ഉണ്ടെങ്കിൽ ആയിരിക്കും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ആരാണ് എന്ന ഒരു കാര്യത്തിലേക്ക് പോവുക. ഇപ്പോൾ നിലവിൽ അരമണിക്കൂർ മുമ്പ് ഈ കാര്യം അറിയുന്നു, പോലീസ് ഇവിടെ എത്തുന്നു, ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നു, മൃതദേഹം പുറത്തെടുത്തു. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ആരാണ് എന്നത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആരാണ് എന്നത് കണ്ടെത്തുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതിനുള്ള നടപടിയായിരിക്കും വരും മണിക്കൂറുകളിൽ നടക്കുക. ഉന്മേഷ്, ശരി. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ അറിവാകുന്നതേ ഉള്ളൂ. 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കനോലി കനാലിൽ നിന്ന് കിട്ടിയത്. അതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മിഥില റിപ്പോർട്ട് ചെയ്യുന്നത്. ശിവരാജ് ശിവൻ എന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട്. ഞാൻ ശ്രേയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 24 സൂപ്പർ ചാനലാണെന്ന് പറഞ്ഞു. നന്ദി ശ്രേയ. വെക്ടർ ടെക് എന്ന അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം, ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്നെ ഒന്ന് മെൻഷൻ ചെയ്യാമോ, പേര് ഋതുലാണെന്ന് പറയുന്നു. ഋതുൽ 24-നൊപ്പം തുടരുന്നു, ഞങ്ങളുടെ വാർത്തകൾ കാണുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്, അത് അറിയിക്കുകയാണ്. ആന്റണി എന്നുള്ള പ്രേക്ഷകൻ ആ റോഡുമായി ബന്ധപ്പെട്ട കാര്യം തുടർച്ചയായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൂടി പരിശോധിക്കാം. അദ്ദേഹം പറയുന്നത് നമ്മുടെ ചാനലിന് തൊട്ടടുത്താണ് ആ റോഡ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ അദ്ദേഹത്തെ അറിയിക്കാം. ആ റോഡുമായി ബന്ധപ്പെട്ട വാർത്ത നൽകേണ്ടതാണെങ്കിൽ നൽകുകയും ചെയ്യാം. ആൻറ്റോ, ഇന്ന് കലീൽ എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള ചോദ്യം, 24-ലെ സ്പെഷ്യൽ ഫുഡ് എന്താണ്, അവധി ദിവസമല്ലേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇപ്പോൾ വരികയുണ്ട്. നമ്മൾ ഇപ്പോൾ PCR എന്ന് പറയുന്നുണ്ട്, ചിക്കനാണ് ക്യാൻറ്റീനുള്ളത് എന്ന് അറിയിക്കുന്നുണ്ട്. അതാണ് സ്പെഷ്യൽ ഫുഡ്. നമ്മൾ ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുന്നതിന് ശേഷം മറ്റു വാർത്തകളിലേക്ക് ഇടവേള. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ കനോലി കനാലിൽ യുവതിയുടെ മൃതദേഹം കണ്ട വാർത്ത നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ ഇപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് ഏത് സ്ഥലത്താണെന്നാണ് ചോദിക്കുന്നത്. രഞ്ജിത്ത് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആ സ്ഥലത്താണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നത്, നേരത്തെ അലി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ ദൂരം ഉണ്ടാകും ആ സ്ഥലത്ത് നിന്ന് എന്ന് പറയുന്നുണ്ട്. ഏതായാലും മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, അത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഭാരത് ജോഡോ ന്യൂസ് എവിടെ എന്നാണ് ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം. ഭാരത് ജോഡോ ന്യൂസ് നമ്മൾ നൽകിയിരുന്നു. ആ സമയത്ത് താങ്കൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇംഫാലിലെത്തി രാഹുൽ ഗാന്ധി തൗബാലിലെത്തും, അവിടെയാണ് ഉദ്ഘാടനം നടക്കുക. ആ സമയത്ത് നമ്മൾ ആ വാർത്ത നൽകുകയും ചെയ്യും. ഇപ്പോൾ മലപ്പുറത്തേക്കാണ്. അവിടെ എരമംഗലത്ത് കടന്നൽ കുത്തേറ്റ് വയോധികൻ മരിച്ചു. പൊന്നാനി തൃക്കാവ് സ്വദേശി PR ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോഴായിരുന്നു കടന്നലിന്റെ ആക്രമണം ഉണ്ടായത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, ഇതെപ്പോഴാണ് ഈ സംഭവം, എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, രാവിലെ 11 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എരമംഗലം AMLP സ്കൂളിന് സമീപത്തുള്ള തറവാട് ക്ഷേത്രത്തിലേക്കാണ് ഈ ഗോപാലകൃഷ്ണൻ എത്തിയിരുന്നത്. അദ്ദേഹം കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു. ഈ എത്തിയ സമയത്താണ് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള മരത്തിലെ കടന്നൽ കൂടിലേക്ക് ഏതൊരു പക്ഷി വന്നിരിക്കുകയും കടന്നലുകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വയോധികനായിരിക്കുന്ന ഈ 74 വയസ്സുള്ള ഈ ഗോപാലകൃഷ്ണന് കടന്നൽ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതോടുകൂടി കൂടുതൽ കടന്നൽ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ പുത്തൻപള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കടന്നൽ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൊണ്ട് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിന് മൃതദേഹമുള്ളത് ഈ സ്വകാര്യ ആശുപത്രിയിലാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള വാർത്തയാണ്. അവിടെ ലഹരി മരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് രക്ഷപ്പെട്ടത്. കൊയ്യൂട് സ്വദേശി ഹർഷാദാണ് തടവ് ചാടിയത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ 24 ലഭിച്ചു. തടവ് ചാടുക എന്ന് പറഞ്ഞാൽ മതിൽ ചാടി രക്ഷപ്പെടുക എന്നുള്ളതല്ല. അദ്ദേഹം അവിടെ പത്രമെടുക്കാൻ വേണ്ടി ദിവസവും പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തിയായിരുന്നു. ഇത്തവണ ആ കൂട്ടത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു ബൈക്കിൽ ഓടിക്കേറി രക്ഷപ്പെട്ടു എന്ന് മാത്രം. വാർത്തയിലേക്കും ദൃശ്യത്തിലേക്കും. ലഹരിമരുന്ന് കടത്തുകേസിൽ 10 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്
അതിവിദഗ്ധമായി ജയിൽ ചാടിയത്. ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് ഈ കാണുന്ന ഗേറ്റ് വഴി സ്റ്റെപ്പ് ഇറങ്ങിയോടിയാണ് പ്രതി ഹർഷാദ് ദേശീയപാതയിലേക്ക് എത്തിയത്. ഇവിടെ കാത്തുനിന്നിരുന്ന ബൈക്കിന് പിന്നിൽ കയറി കണ്ണൂർ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു. ജയിലിലെ വെൽഫെയർ ഓഫീസിലാണ് ഹർഷാദിന് തടവുകാർക്ക് നൽകാറുള്ള ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നത്. രാവിലെ 6:45 പതിവ് പോലെ പത്രക്കെട്ടെടുക്കാൻ പോയ ഹർഷാദ് പുറത്ത് കാത്തുനിന്ന ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ജയിൽ ചാട്ടം ആസൂത്രിതമെന്ന് വ്യക്തം. ജയിലിനകത്തുനിന്ന് ആശയവിനിമയം നടത്തിയാണ് രക്ഷപ്പെടാനുള്ള പദ്ധതി തയ്യാറാക്കിയതെന്ന് തെളിയിക്കുന്നതാണ് CCTV ദൃശ്യങ്ങൾ. കണ്ണവം പോലീസ് എടുത്ത കേസിൽ 2023 സെപ്റ്റംബർ മുതൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഹർഷാദ്. രക്ഷപ്പെട്ട പ്രതിക്കായി കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുരക്ഷാ വീഴ്ചയിൽ ജയിൽ വകുപ്പും അന്വേഷണം തുടങ്ങി. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. അങ്ങനെ അദ്ദേഹം ഏതായാലും ബൈക്കിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ട്. പോലീസ് പിന്നാലെയുണ്ട്. എവിടെ വെച്ചെങ്കിലും പിടിക്കും. കണ്ണൂർ ഭാഗത്തേക്കാണ് പോയതെന്നാണ് സജോ റിപ്പോർട്ട് ചെയ്യുന്നത്. ജോസുവിന് ഒരു കാര്യം പറയുന്നുണ്ട്. മറ്റു വാർത്തകൾക്കിടയ്ക്ക് വിലക്കയറ്റ വാർത്തകൾ മുക്കിക്കളയലെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു മുക്കിക്കളയിലുമില്ല. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ വെളുത്തുള്ളിക്ക് വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടായപ്പോഴൊക്കെ ആ സമയത്ത് വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് അതേ സമയം തന്നെ എത്തിച്ചതാണ്. വിലക്കയറ്റം വിപണിയിലുണ്ടെങ്കിൽ ആ വാർത്തകൾ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ല. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. വ്യാജ മെഡിക്കൽ രേഖാ പരാമർശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് മാപ്പ് പറയില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതി വിധി ഉദ്ധരിച്ചാണ് പ്രസ്താവന നടത്തിയതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടാനാണ് CPIM തീരുമാനം. MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരവും വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നുമായിരുന്നു നോട്ടീസിലെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണെന്നും കോടതി വിധി ഉദ്ധരിച്ചാണ് താൻ പറഞ്ഞതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. മാപ്പ് പറയുക എന്നുള്ളതോ ഒന്നും ആരും അംഗീകരിക്കുന്ന നിലപാടല്ല. സത്യസന്ധമായിട്ടുള്ള കോടതി വിധിയുടെ ഭാഗമായിട്ട് അതിൻ്റെ പകർപ്പ് എടുത്തതിന് ശേഷം അത് നോക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അന്ന് നിങ്ങളെല്ലാം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ജാമ്യത്തിനായി ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ശേഷം വീണ്ടും ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചു. അതനുസരിച്ച് ലഭിച്ച വൈദ്യപരിശോധനാ റിപ്പോർട്ട് കണക്കിലെടുത്ത് രാഹുലിന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിനെതിരെ CPIM രംഗത്ത് വന്നത്. 24 തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു കളക്ട്രേറ്റ് മാർച്ച് നടന്നിരുന്നു. ആ മാർച്ചിന് നേരെ ഒരു പോലീസ് നടപടി ഉണ്ടായി. ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം സെക്രട്ടറിയായ റിയ നാരായണൻ. മുടിയിൽ ചവിട്ടുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നാണ് റിയയുടെ ആവശ്യം. സംസ്ഥാന ദേശീയ വനിതാ കമ്മീഷനുകൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് റിയ നാരായണൻ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച യൂത്ത് കോൺഗ്രസ് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് വനിതാ നേതാക്കൾക്ക് മർദ്ദനമേറ്റത്. ബലപ്രയോഗത്തിനിടെ നിലത്തുവീണ അഴീക്കോട് മണ്ഡലം ഭാരവാഹി റിയ നാരായണന്റെ മുടി പോലീസ് ചവിട്ടിപ്പിടിച്ചു. വസ്ത്രം വലിച്ചുകീറി. ജീന, മഹിത മോഹൻ എന്നിവരടക്കമുള്ള മറ്റു വനിതാ നേതാക്കൾക്കും പരിക്കേറ്റു. നീതി ലഭിക്കും വരെ നിയമപോരാട്ടമെന്ന് റിയ. ഞാൻ ദേശീയ വനിതാ കമ്മീഷനിലും സംസ്ഥാന വനിതാ കമ്മീഷനിലും ഇന്ന് തന്നെ പരാതി കൊടുക്കും. അതുകൂടാതെ പോലീസ് സ്വമേധയാ കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും. എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് പ്രതിഷേധിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ക്രൂരമായ അതിക്രമം നേരിട്ടുവെന്ന ആരോപണം. ഡ്രസ്സ് വലിച്ചു കയറുക, മുടിയിൽ ചവിട്ടിപ്പിടിക്കുക, ഇതൊന്നും മുടിയിൽ ചവിട്ടിപ്പിടിക്കുന്നത് ഒരു പുരുഷ പോലീസ് കൂടിയാണ്. അപ്പോൾ ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തി എന്താ പറയുക, അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. എനിക്ക് വേദന എടുക്കുന്നുണ്ട്. എൻ്റെ മുടിയിൽ നിന്ന് വിടാൻ പറഞ്ഞിട്ടും അവർ വിടാതെ മുടി ചവിട്ടി പിടിച്ചിട്ട് എന്നെ എഴുന്നേൽപ്പിക്കാനാണ് നോക്കുന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചികിത്സയിൽ തുടരുകയാണ്. 24 കണ്ണൂർ. നേരത്തെ ഒരു തടവുപുള്ളി കണ്ണൂർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്ത നൽകിയിരുന്നു. റീന സതീശൻ പറയുന്ന കൂടെ പോലീസുകാരും ഇല്ലാതെയാണോ ഒരു തടവുപുള്ളി ഇത്തരം ജോലിക്ക് അയക്കുന്നത്? കൊയ്യോട് ഒടുവിൽ നിൽക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ അടുത്ത സ്ഥലമാണ് ഈ കൊയ്യോടെന്ന് റീന പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹം പത്രം ഇറക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അദ്ദേഹത്തിനാണ് ഡ്യൂട്ടി കൊടുത്തിരുന്നത്. ഇന്നും പത്രം
എടുക്കുന്നതിന് വേണ്ടി ഇറങ്ങി. പക്ഷേ പുറത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഓടി അതിൻ്റെ പിന്നിൽ കയറി, അങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. തോമസ് ചാക്കോ പറയുന്ന ഭാരത് ജോഡോ യാത്ര കാണിക്കുന്നുള്ളതാണ്. ഭാരത് ജോഡോ യാത്ര നമ്മൾ കാണിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അവിടെ എത്തുമ്പോൾ ഇനിയും ഭാരത് ജോഡോ യാത്രയിലേക്ക് നമ്മൾ എത്തും. അദ്ദേഹം ഇംഫാലിലെത്തി ഇപ്പോൾ തൗബാലിലേക്കുള്ള യാത്രയിലാണ് തോമസ് ചാക്കോ. മിലിൻ ദിയോറയുടെ വാർത്ത കാണിക്കണം എന്നാണ് മഹേഷ് പറയുന്നത്. മഹേഷ്, നമ്മൾ ആ വാർത്തയും നൽകിയിരുന്നാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ടിരിക്കുന്നു, അദ്ദേഹം ഷിൻഡെ വിഭാഗം ശിവസേനയിലേക്ക് എന്നാണ് സൂചന. ആ വാർത്തയും നമ്മൾ നേരത്തെ നൽകിയിരുന്നു. താങ്കൾ താമസിച്ചാണ് എത്തിയത്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ വാർത്ത കാണാതിരുന്നത്. കേന്ദ്രത്തിനെതിരെ സർക്കാരുമായി യോജിച്ചുള്ള സമരത്തിനില്ല എന്ന് കെ മുരളീധരൻ എംപിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ നാളെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാനിരിക്കെയാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. പ്രതിപക്ഷം പ്രായോഗിക സമീപനം സ്വീകരിക്കണം എന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. നാളെ രാവിലെ 10 മണിക്കാണ് ചർച്ച. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഓൺലൈനായി പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് വ്യത്യസ്ത അഭിപ്രായവുമായി കെ മുരളീധരൻ എംപിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തിയത്. ഇപ്പോൾ സർക്കാരുമായി യോജിച്ച് സമരത്തിനിറങ്ങിയാൽ സർക്കാരിന്റെ കാട്ടുകൊള്ള അംഗീകരിച്ചെന്ന് വിലയിരുത്തപ്പെടുമെന്ന് കെ മുരളീധരൻ എം പി. അവരോടൊപ്പം ഞങ്ങൾ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവർ ചെയ്തിട്ടുള്ള ഈ കാട്ടുകൊള്ള ഞങ്ങൾ അംഗീകരിച്ചു എന്നാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. CPM-മായി യോജിച്ച സമരത്തിനില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അല്ല, CPM-മായി ചേർന്നുകൊണ്ടൊരു സമരം നടത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം കേരളത്തിൽ ഞങ്ങൾ അതിശക്തമായിട്ട് നേരിടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്ന് CPM ആണ്, മറ്റൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതേസമയം പ്രതിപക്ഷം പ്രായോഗിക സമീപനം സ്വീകരിക്കണമെന്നായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി. ഇത്തരം കാര്യങ്ങൾ പൊതുവെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പ്രായോഗികമായിട്ട് ആ കാര്യത്തിനകത്ത് കുറച്ചുകൂടി സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്, കേരളത്തിലെ എല്ലാവരുടെയും പ്രശ്നമാണ്, കേരളത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് യോജിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ആകെ വരുന്ന വികസനത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിന് അർഹമായ കേന്ദ്രവിഹിതം പൊതുതാൽപര്യമായി കണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഡിജോ ഡൊമിനിക് അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഓൺ വൈൽഡ് അനിമൽസ് അറ്റാക്ക് ഇൻ സെവറൽ പാർട്സ് ഓഫ് കേരള. ഗവൺമെന്റ് ഷുഡ് ടേക്ക് സ്ട്രോങ് സ്റ്റെപ്സ്. ഫാർമേഴ്സ് ആർ സഫറിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിലൊക്കെ ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അത് അവിടുത്തെ കർഷകരെ ബാധിക്കുന്ന വിഷയമാണ്. അടിക്കടി ഇത് ഉണ്ടാകുന്നു. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് കഴിയാറില്ല. അങ്ങനെ നിരന്തരം ഒരു സംഘർഷം നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഡിജോ ഡൊമിനിക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. SKSSF നേതാവിന്റെ കൈവെട്ട് പരാമർശത്തിൽ കേസ്. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പരാമർശത്തിൽ കേസ്. സമസ്തയുടെ പോഷക സംഘടനാ നേതാവും പൊതുപ്രവർത്തകനുമായ അഷ്റഫ് കളത്തിങ്കൽ പാറയുടെ പരാതിയിൽ മലപ്പുറം പോലീസാണ് കേസെടുത്തത്. IPC 153 വകുപ്പ് പ്രകാരം കലാപാഹ്വാനത്തിനാണ് കേസ്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സമസ്തയ്ക്ക് പരാതി നൽകുമെന്നും അഷ്റഫ് കളത്തിങ്കൽ പാറ. അദ്ദേഹം തിരുത്തണം, പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. കാരണം ഇത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു കൈവെട്ട് കേസിന്റെ ഒരു തിക്തഫലം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്ന് വരുമ്പോൾ ഇത് എടുത്ത് ആഘോഷിക്കാനും നാളെ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അത് എടുത്ത് ഉയർത്തി കാണിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. വ്യാഴാഴ്ച SKSSF മുഖദ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു സത്താർ പന്തലൂരിന്റെ വിവാദ പ്രസ്താവന. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകർ മുന്നോട്ടു വരുമെന്നായിരുന്നു പരാമർശം. ലീഗ് അനുകൂലികളായ സമസ്തയിലെ എതിർവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രസംഗത്തിലായിരുന്നു വിവാദ പരാമർശം. വാക്കുകൾ ആലങ്കാരികമായി ഉപയോഗിച്ചതാണ് എന്നാണ് സത്താർ പന്തല്ലൂരിനെ അനുകൂലിക്കുന്നവരുടെ വാദം. ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് ലീഗ് വിരുദ്ധരായ സത്താർ പന്തല്ലൂർ അടക്കമുള്ള നേതാക്കളെ ഒഴിവാക്കിയതിൽ സംഘടനയിൽ ചേരിപ്പോര് തുടരുന്നതിനിടെയാണ് കൈവെട്ട് പരാമർശം ചൂണ്ടിക്കാട്ടിയുള്ള എതിർവിഭാഗത്തിന്റെ നീക്കം. 24 മലപ്പുറം. ഇതിൽ മനോജ് അമ്പാട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പ്രതിപക്ഷം സംസ്ഥാനത്തിന് കിട്ടേണ്ട ആനുകൂല്യം നേടിയെടുക്കുന്നതിൽ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്, എൻ്റെ ഹനമോളുടെ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹനമോൾക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. 24-ൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ
നേരുന്നു. ഒട്ടേറെ പ്രേക്ഷകർ ഒരു കാര്യം ചോദിച്ചിരുന്നു, ഈ പൊങ്കലുമായി ബന്ധപ്പെട്ട അതിർത്തി ജില്ലകളിൽ എവിടെയൊക്കെ അവധിയുണ്ട് എന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ അങ്ങനെ മകരപ്പൊങ്കൽ പ്രമാണിച്ച് 6 ജില്ലകളിൽ അവധിയുണ്ട്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളാണ് ഇതെന്ന് കൂടി ഓർക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾ തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന ജില്ലകൾ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. അതുകൊണ്ടാണ് ഈ ജില്ലകളിലും ഇപ്പോൾ പ്രാദേശികമായി തന്നെ അവധി നിലനിൽക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചത്. നമ്മളിനി വയനാട്ടിലേക്ക് പോകുന്നു. നേരത്തെ വന്യമൃഗശല്യം സംബന്ധിച്ചൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. മുടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങി എന്നതാണ് വാർത്ത. ശ്രീനേഷ്, ശ്രീജിത്ത് എന്നിവരുടെ ഫാമിൽ 6 പന്നികളെ കൊന്നുതിന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ഫാമിൽ 21 പന്നിക്കുഞ്ഞുങ്ങൾ കടുവയ്ക്ക് ഇരയായിരുന്നു. കടുവാഭീതി വിട്ടൊഴിയാത്ത ഇടമായി മാറിയിരിക്കുന്നു മൂടക്കൊല്ലി. പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് പന്നി ഫാമിൽ കടുവയെത്തിയത്. 6 പന്നികളെ കൊന്നുതിന്നു. ഒരെണ്ണത്തെ ചത്തനിലയിൽ ഫാമിനുള്ളിൽ കണ്ടെത്തി. പന്നികളുടെ ജഡാവശിഷ്ടങ്ങൾ സമീപത്ത് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. കടുവയുടെ കാൽപ്പാടുകളും പലയിടങ്ങളിലായി പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച അതേ കൂട്ടിൽ നിന്നും 7ഓളം പന്നികളെ കാണാനില്ല. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിലെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതിനെ പിന്തുടർന്ന് ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ ഇതിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ, എല്ലാത്തിൻ്റെയും തലകളും കാര്യങ്ങളും ബാക്കി മുഴുവനായിട്ട് അത് ഭക്ഷിച്ചിട്ടുണ്ട്. ഒറ്റ രാത്രി 2 മണി വരെ നമ്മളൊരു ക്യാമറ വെച്ചിരുന്നു, അത് പ്രവർത്തിച്ചിരുന്നു. 2 മണി കഴിഞ്ഞിട്ട് അതിൻ്റെ ചാർജ് തീർന്നു പോയിട്ട് അത് ഓഫായി പോയതാണ്. 2 മണിക്ക് ശേഷമാണ് വന്ന് ഇതിനെ പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 6-ാം തീയതി ഫാമിൽ നിന്നും 21 പന്നിക്കുഞ്ഞുങ്ങളെ കടുവ പിടികൂടിയിരുന്നു. തുടർന്ന് വനം വകുപ്പ് ആടിനെ ഇരയായി വെച്ച് തൊട്ടടുത്ത് കൂട് സ്ഥാപിച്ചുവെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ക്ഷീരകർഷകനായിരുന്ന പ്രജീഷിനെ കൊലപ്പെടുത്തിയ പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവാ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. 24 വയനാട്. സൗദി റിയാദിൽ നിന്ന് വാവ് എന്നുള്ള അക്കൗണ്ടിൽ പറയുന്നത് ഇന്ത്യക്ക് ഇടയ്ക്കിടെയുള്ള യാത്രയല്ല വേണ്ടത്. പൊതുജനങ്ങളെയും വോട്ടർമാരെയും യുവജനതയും ആകർഷിക്കാൻ കഴിവുള്ള യുവ നേതാക്കൾ ഒരുപാടുണ്ട് കോൺഗ്രസിൽ. അവരെ നേതൃത്വം ഏൽപ്പിക്കണമെന്നാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്രയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നൽകുന്ന ഉപദേശം. ഷമീർ ഖാൻ ഹായ് പറയുന്നു. ഹായ് ഷമീർ. സഹീറ റഫീഖ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മെഡിസിൻ ഇല്ല എന്നൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന്. പക്ഷേ ആരോഗ്യമന്ത്രി അങ്ങനെ പറയുന്നില്ല. മെഡിസിൻ്റെ കുറവ് ഇല്ല എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് കൂടി ആരോഗ്യമന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും വലിയ കാര്യമായിട്ട് കുറവുള്ള ഒരു വാർത്ത നമ്മളെ തേടി എത്തുന്നില്ല. ആ സമയത്ത് അങ്ങനെ വിവരം ലഭിക്കുകയാണെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. ഇടവേള. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിഷാദ് വി ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. യങ് ഇന്ത്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 45-ാം വാർഷികമാണ് ജനുവരി 25-ന്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ക്ലബ്ബാണ്. ഒന്ന് വിഷ് ചെയ്യാമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ജിജു മാത്യു പറയുന്നത് വെയിറ്റിംഗ് ഫോർ ന്യായ് യാത്ര അപ്ഡേറ്റ്സ് എന്നുള്ളതാണ്. ഇവിടെ ഈ വാർത്തകൾ ഭാരത് ജോഡോ യാത്ര എന്നുള്ള ചോദ്യമാണ് കുറേ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ ആ വാർത്തയിലേക്കാണ് കടക്കുന്നത്. നിതിൻ അംബുജൻ ഇപ്പോൾ മണിപ്പൂരിലെ തൗബാലിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അവിടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമാകാൻ പോവുകയാണ്. നിതിൻ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ താമസിച്ചാണല്ലോ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ആരംഭിക്കുകയാണോ നിതിൻ? ഉന്മേഷ്, അല്പസമയം തന്നെ രാഹുൽ ഗാന്ധി ഇംഫാലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈകാതെ തന്നെ തൗബാലിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. തൗബാലിലെ കോങ്ജാം യുദ്ധസ്മാരകത്തിൽ അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കും. അതിനുശേഷം ഞാൻ നിൽക്കുന്ന തൗബാലിൽ പൊതുപരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് യാത്രയ്ക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ യോഗം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. ഇപ്പോൾ വേദിയിൽ ജയറാം രമേശ്, അതോടൊപ്പം തന്നെ ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലുള്ള മിക്ക നേതാക്കളും ഇവിടെയുണ്ട്. കൂടാതെ ഇന്ത്യ സഖ്യത്തിലെ സംസ്ഥാന ഘടകങ്ങളിലെ പല പ്രതിപക്ഷ പാർട്ടികളും ഇവിടെ വന്നിരിക്കുകയാണ്. CPI, CPIM കൂടാതെ തൃണമൂൽ കോൺഗ്രസ്, NCP, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം അടക്കമുള്ള പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ ഇന്നിപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും 6715 കിലോമീറ്റർ, 15 സംസ്ഥാനങ്ങൾ, 110 ജില്ലകൾ, 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരാൻ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു യാത്രയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പദയാത്രയും അതോടൊപ്പം തന്നെ ബസ്സിലുമാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് സ്വാഭാവികമായിട്ടും മണിപ്പൂർ കലാപം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ആദ്യമായി എത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതിനുശേഷം സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു.
ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം എന്ത് സംസാരിക്കുമെന്നതാണോ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വിഷയമെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് യാത്ര മുന്നോട്ട് പോവുക. ഇതൊരു തെരഞ്ഞെടുപ്പ് യാത്രയല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വരാനിരിക്കുന്ന ാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ഒരു തിരിച്ചുവരവാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ട് 2024 ഒരു മികച്ച വിജയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളടക്കം നേടുക കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നു. കർണാടകയും തെലങ്കാനയും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും സംഘടനാപരമായും ഒരു തിരിച്ചുവരവ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇംഫാലിലായിരുന്നു പരിപാടി സംഘടിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിൽ പിന്നീട് അവിടെ അനുമതി നൽകാൻ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. കാരണം ചുരുങ്ങിയ ആളുകൾ കൊണ്ട് മാത്രമേ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ തൗബാലിൽ അങ്ങനെയല്ല സാഹചര്യം. ഇപ്പോൾ ഇത് സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അടക്കം ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കനത്ത സുരക്ഷ ഈ രാഹുൽ ഗാന്ധി കടന്നു പോകുന്ന മേഖലകളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, നിതിൻ അംബുജൻ തൗബാലിലുണ്ട്. ഇംഫാലിൽ രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തൗബാലിലേക്ക് ഇനി രാഹുൽ ഗാന്ധി എത്തണം. അതിനുശേഷമായിരിക്കും ഈ യാത്രയ്ക്ക് തുടക്കമാകുക. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ നമ്മൾ വീണ്ടും ആ വാർത്തയിലേക്ക് പോകും. രണ്ട് ജനകീയ കാര്യങ്ങൾ കൂടി പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ അമീന പറയുന്നത് തിരുവനന്തപുരം പരുത്തിക്കുഴി NH ബൈപ്പാസിൽ സിഗ്നലില്ല, റോഡ് ക്രോസ് ചെയ്യാൻ പോലും ഇവിടെയുള്ളവർക്ക് പേടിയാണ്. അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ആവശ്യം വേണ്ടതാണെന്ന് പറയുന്നു. കുഞ്ഞു മുഹമ്മദ് തൃശ്ശൂരിൽ നിന്നാണ് പ്രതികരിക്കുന്നത്. നൂറുകണക്കിന് രോഗികൾ എത്തുന്ന വെങ്കിടങ്ക് ഗ്രാമപഞ്ചായത്തിലെ പാടൂർ PHSയിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. അവിടെ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറുടെ സേവനം നിലച്ചിട്ട് മാസങ്ങളായി. ഇതിലൊരു പരിഹാരം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയങ്ങളിലേക്കൊക്കെ ശ്രദ്ധയെത്തിക്കാൻ നമ്മൾ ശ്രമിക്കുമെന്ന് അറിയുന്നു. നമ്മൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ്. KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ഉടുപ്പിയിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തവരെ കാസർഗോഡ് ഇറക്കി വിട്ടു എന്ന് പരാതി. കാസർഗോഡ് വരെ മാത്രം പെർമിറ്റുള്ള ബസ്സിൽ ഉടുപ്പി റിസർവേഷൻ നൽകിയതാണ് പ്രതിസന്ധിയായി ഉണ്ടാക്കാൻ കാരണമായത്. യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ടിക്കറ്റ് തുക തിരികെ നൽകാമെന്നാണ് KSRTC അറിയിച്ചത്. കാസർഗോഡ് വരെ പെർമിറ്റുള്ള KSRTC സ്വിഫ്റ്റ് ബസ്സിൽ മംഗളൂരു, ഉടുപ്പി എന്നിവിടങ്ങളിലേക്ക് റിസർവേഷൻ നൽകിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 25 യാത്രക്കാർക്ക്. അടൂരിൽ നിന്ന് പുറപ്പെട്ട ബസ് കാസർഗോഡ് എത്തുമ്പോൾ യാത്രക്കാരെ മറ്റൊരു ബസ്സിലേക്ക് മാറ്റാമെന്നാണ് ജീവനക്കാർക്ക് ലഭിച്ച അറിയിപ്പ്. എന്നാൽ ബസ് എത്തിയപ്പോൾ ഡിപ്പോ അധികൃതർ കൈമലർത്തി. അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് വിശദീകരണം. ഇതോടെ യാത്രക്കാർ പെരുവഴിയിൽ. ഇന്ന് രാവിലെയാണ് പറയുന്നത്, ഇവിടെ എത്തിയാലാണ് ഞങ്ങൾ പറയുന്നത് ഈ ബസ് ഇവിടം വരെ പെർമിറ്റ് ഉള്ളൂ, ഉടുപ്പിയിലേക്ക് ഈ ബസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരേക്ക് ബസ് ഉണ്ടെന്ന് വെച്ചപ്പോൾ ബാംഗ്ലൂരേക്കും ഇല്ല, ഞങ്ങൾക്ക് പോകേണ്ടത് മൂകാംബികയ്ക്കാണ്, അവിടേക്കും ബസ്സില്ല, നിങ്ങൾ ഏതെങ്കിലും കർണാടകൻ്റെ ബസ്സിൻ്റെ അകത്ത് ഞങ്ങൾ കയറ്റി തരാം. ഞങ്ങൾക്ക് കാലത്ത് എത്തേണ്ടതായിരുന്നു, ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോരേണ്ടതായിരുന്നു മൂകാംബികയിൽ പോയിട്ട്. ഇനിയിപ്പോൾ എപ്പോൾ എത്തുന്നൊന്നും ഒരു നിശ്ചയമില്ല. റീഫണ്ട് അതൊന്നും അവർ സംസാരിക്കുന്നില്ല. അത് ആദ്യഘട്ടത്തിൽ ടിക്കറ്റ് തുക തിരികെ നൽകാനോ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കാനോ KSRTC തയ്യാറായില്ല. പ്രതിഷേധം കടുപ്പിച്ചപ്പോൾ ടിക്കറ്റ് തുക തിരികെ നൽകാമെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. യാത്രക്കാരെ മംഗളൂരു വരെ എത്തിക്കാൻ കർണാടക ബസ്സിൽ ക്രമീകരണവും ഒരുക്കി. 24 കാസർഗോഡ്. നമ്മൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് കൂടി വളരെ വേഗത്തിലൊന്ന് പോവുകയാണ്. ഭിന്നശേഷിക്കാരുടെ ബാങ്ക് അക്കൗണ്ട് അകാരണമായി മരവിപ്പിച്ചു എന്ന പരാതി. പാലക്കാട് കൊപ്പം പ്രഭാപുരം സ്വദേശി നൌജിഷയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. പോലീസ് നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാണ് ബാങ്ക് അധികൃതരുടെ പ്രതികരണം. കടലാസ് പേനയും കുടകളും നിർമ്മിച്ച് കിട്ടുന്ന വരുമാനമാണ് നൌഷിജയുടെ ഉപജീവന മാർഗം. ശാരീരിക പരിമിതി മൂലം പുറത്ത് ജോലിക്ക് പോകാൻ കഴിയില്ല. വീടിനുള്ളിൽ വീൽചെയറിലിരുന്നാണ് കൈത്തൊഴിൽ ചെയ്യുന്നത്. ഇതുവഴി ലഭിച്ച പണമടങ്ങിയ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നൌഷിജ. ഡിസംബർ 18-ന് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ബാങ്കിൽ സംസാരിച്ചപ്പോൾ പോലീസുമായി ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. അഹമ്മദാബാദിലെ സൈബർ സെല്ലിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കൊപ്പം പോലീസിന്റെ വിശദീകരണം. അക്കൗണ്ടിൽ വന്ന 3000 രൂപയെക്കുറിച്ചാണ് അഹമ്മദാബാദ് സൈബർ സെൽ സംശയം ഉന്നയിച്ചത്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു വഴിയില്ല, ഞങ്ങളെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു മാനേജർ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരാതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ തരാം, അതിൻ്റെ നിങ്ങളിവിടെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് എത്തുന്നത്. അല്ലാതെ അവർ കൈ ഒഴിയാണ് ചെയ്തത്, അവരെ കൊണ്ട് യാതൊരു രക്ഷയില്ലായിരുന്നു. ആ റിപ്പോർട്ട് വാങ്ങി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവർ വേറെന്തോ ഒരു മെയിൽ അയക്കാനുണ്ടെന്ന് പറഞ്ഞു, പരാതി എന്തോ അയക്കാനുണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് അഹമ്മദാബാദിലെ ഓഫീസിലെത്താനാണ് അധികൃതരുടെ നിർദ്ദേശം. വീൽചെയറിൽ കഴിയുന്ന നൌഷിജയ്ക്ക് 1 വയസ്സായ കുഞ്ഞുണ്ട്. ഭർത്താവ് പ്രദേശത്തെ തട്ടുകടയിലെ തൊഴിലാളിയാണ്. നൌഷിജയ്ക്ക് കൈത്തൊഴിലിലൂടെ ലഭിച്ച 13,000 രൂപയാണ് മരവിപ്പിച്ച അക്കൗണ്ടിലുള്ളത്. പണം തിരികെ ലഭിക്കാൻ എവിടെ ബന്ധപ്പെടണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നൌഷിജ. 24 പാലക്കാട്. നമ്മളങ്ങനെ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ.
കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ അങ്ങനെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്. പ്രേക്ഷകർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു. പോകരുത്, ഞങ്ങളുടെ ഒപ്പം തന്നെ തുടരുക. ഇനി പോലീസ് ഡയറിയാണ്. സുഹൈലെത്തും. നമസ്കാരം.